ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മളിന്ന് പുതിയ 2 ആക്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. FCPA ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്റ്റും സർബെയിൻസ് ഓക്സ്ലി ആക്റ്റും. ഓക്കെ, ഇതിൽ FCPA ആയിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുക. നമ്മൾ രണ്ട് ക്ലാസ് ആയിട്ടായിരിക്കും പഠിക്കുക. കാരണം FCPA കമ്പാരിറ്റീവ്ലി കുറച്ച് ഏരിയയേ ഉള്ളൂ. പക്ഷേ സർബെയിൻസ് ഓക്സ്ലി ആക്റ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അധികം പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് 2 ക്ലാസ് ആയിട്ട് പഠിക്കാം. FCPA ആയിരിക്കും ഈ ക്ലാസ്സിൽ പഠിക്കുക. ദെൻ FCPA നമുക്ക് പഠിക്കാനുള്ളത് FCPA അണ്ടറിലുള്ള 2 പ്രൊവിഷൻസ് ആണ്. ആൻറ്റി ബ്രൈവറി പ്രൊവിഷനും ഇൻറ്റേർണൽ കൺട്രോൾ പ്രൊവിഷനും. ഇതിൽ ആൻറ്റി ബ്രൈവറി പ്രൊവിഷൻ എന്ന് പറയാനായിട്ട് എല്ലാ കമ്പനിക്കും, പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും ബാധകമാണ്. എന്നാൽ ഇൻറ്റേർണൽ കൺട്രോൾ പ്രൊവിഷൻ പബ്ലിക് കമ്പനിക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ദെൻ നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യം എന്താണ് ഈ ബ്രൈബ്? ആൻറ്റി ബ്രൈബറി പ്രൊവിഷനിലുള്ള ഈ ബ്രൈബ് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് എന്താണ്? കൈക്കൂലി അല്ലേ? കൈക്കൂലിയാണ് നമ്മൾ ബ്രൈബ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ഇല്ലീഗൽ ഫോർ എ കമ്പനി ടു ബ്രൈബ് എനി ഫോറിൻ ഒഫീഷ്യൽ ടു ഒബ്റ്റെയിൻ ഓർ റീറ്റെയിൻ ബിസിനസ് അല്ലേ? അതായത് നമ്മുടെ ബിസിനസ് നിലനിർത്താനോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫോറിൻ ഒഫീഷ്യൽസിന് കൈക്കൂലി കൊടുക്കുന്നത് ഇല്ലീഗൽ എന്നാണ് ഈ ഒരു ആക്റ്റിൽ പറയുന്നത്. നമ്മുടെ ആൻറ്റി ബ്രൈബറി പ്രൊവിഷനിൽ പറയുന്നത് എന്ത്? നമ്മുടെ ഫോറിൻ ഒഫീഷ്യൽസിന് നമ്മുടെ ബിസിനസ് നിലനിർത്താനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി കൈക്കൂലി കൊടുക്കുന്നത് ഇല്ലീഗൽ ആണെന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ഇല്ലീഗൽ ഫോർ എനി കമ്പനി ഓർ എനി വൺ ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് കമ്പനി ടു ബ്രൈബ് എനി ഒഫീഷ്യൽ ടു ഒബ്റ്റെയിൻ ഓർ റീറ്റെയിൻ ബിസിനസ് അല്ലേ? അതായത് എല്ലാ കമ്പനിക്കും, US എല്ലാ കമ്പനിക്കും, അതിപ്പോൾ പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഇത് ബാധകമാണ്. എന്ത്? നമ്മൾക്ക് ഫോറിൻ ഒഫീഷ്യൽസിന് കൈക്കൂലി കൊടുക്കുന്നത് ഇല്ലീഗലാണ്. ദെൻ എൻ്റയർ കമ്പനി ഈസ് റെസ്പോൺസിബിൾ ഫോർ FCPA. ഒരു കമ്പനിയിലുള്ള എല്ലാവരും, അതിപ്പോൾ മാനേജ്മെൻ്റ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും എല്ലാവരും FCPAക്ക് റെസ്പോൺസിബിൾ ആണ്. ആര് കൈക്കൂലി കൊടുത്താലും അത് ഇല്ലീഗലാണ്. ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആര് ബ്രൈബ് കൊടുത്താലും അത് ഇല്ലീഗലാണ്. അതാണ് FCPAയുടെ ഫസ്റ്റ് പ്രൊവിഷനായ ആൻറ്റി ബ്രൈബറി പ്രൊവിഷനിൽ പറയുന്നത്. ദെൻ ഇൻറ്റേർണൽ കൺട്രോൾ പ്രൊവിഷൻ രണ്ടാമത്തത്. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്യുറേറ്റ് ആയിട്ടും റിലയബിൾ ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊവിഷൻ ഇൻറ്റേർണൽ കൺട്രോൾ പ്രൊവിഷനിൽ പറയുന്നത്. കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ബുക്സ്, റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ട്സ് ദാറ്റ് ആക്യുറേറ്റ്ലി ആൻഡ് ഫെയർലി റിഫ്ലക്ട് ട്രാൻസാക്ഷൻസ് ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ടു എ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ അല്ലേ? അതായത് നമ്മുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്യുറേറ്റ് ആയിട്ടും ഫെയർലി ആയിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഉള്ളിൽ എന്താണോ ഉള്ളത് അതേ പുറത്ത് കാണാവുള്ളൂ. അതല്ലാതെ എൻറോളിനെ പോലെ പ്രോഫിറ്റ് കൂട്ടിക്കാണിക്കാൻ വേണ്ടി പാടില്ല. എന്തിന്? ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പ്രോഫിറ്റ് കൂട്ടിക്കാണിക്കാൻ പാടില്ല. എന്താണോ കൃത്യമായിട്ടുള്ള നമ്മുടെ ബുക്സ് ഓഫ് റെക്കോർഡ്സ് അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൊരു ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക അല്ലെ? അതിലൊരു ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ടുവരിക. അതാണ് രണ്ടാമത്തെ പ്രൊവിഷൻ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ആൻറ്റി ബ്രൈബറി പ്രൊവിഷൻ. അതായത് US പബ്ലിക് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ഫോറിൻ ഒഫീഷ്യൽസിന് കൈക്കൂലി കൊടുക്കുന്നത് ഇല്ലീഗലാണ്. അത് ബിസിനസ് റീറ്റെയിൻ ചെയ്യാനാണെങ്കിലും അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അത് ഇല്ലീഗലാണ്. അത് ആര് കൊടുത്താലും, കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാനേജ്മെൻ്റ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ആര് കൊടുത്താലും ഇല്ലീഗലാണ്. രണ്ടാമത്തെ പ്രൊവിഷൻ എന്തായിരുന്നു? ഇൻറ്റേർണൽ കൺട്രോൾ പ്രൊവിഷൻ. നമ്മുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫെയർലി ആക്യുറേറ്റ്ലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? അതിലൊരു ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ടുവരണം. ഇതാണ് രണ്ടാമത്തെ പ്രൊവിഷൻ. അപ്പോൾ FCPAയുടെ കീഴിലുള്ള 2 പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ FCPAയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സർബെയിൻസ് ഓക്സ്ലി ആക്ട് എന്താണെന്നും അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.